നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ഡിവിഷൻ സമ്മേളനം നടത്തി. സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. പുഷ്പഗ്രാമമാകാനൊരുങ്ങി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. നടീൽ ഉത്സവത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മലയഞ്ചിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് നിർവഹിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പട്ടയ നടപടികൾ ഉദ്യോഗസ്ഥ ലോബികൾ അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി ആദിവാസി വിഭാഗം രംഗത്ത്. ബസ്സിനുള്ളിൽ കിടന്നു കിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് 2 സ്വകാര്യ ബസ് ജീവനക്കാർ. മാങ്കുളം അടിമാലി കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആരാധന ബസ്സിലെ ജീവനക്കാരാണ് കളഞ്ഞു കിട്ടിയ വിദ്യാർത്ഥിനിയുടെ സ്വർണ്ണമാല തിരികെ നൽകിയത്. കോതമംഗലം വെളിയച്ചാൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ പുതിയതായി നിർമ്മിച്ച ഇടവക കാര്യാലയത്തിന്റെയും ഫോറോന കാര്യാലയത്തിന്റെയും വെഞ്ചരിപ്പ് കർമ്മം നടത്തി. കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ഡിവിഷൻ സമ്മേളനം നടത്തി. സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് PS ഭോഗീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ K. രാമകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ നേതാക്കൾ സംസാരിച്ചു. യോഗത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഓഗസ്റ്റ് 29-30 തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന KSEB PA സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി തൊടുപുഴ ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിച്ചു. നിരവധി വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ പെൻഷൻ ഭവനത്തിൽ വെച്ച് നടത്തിയ യോഗത്തിന്റെ ഉദ്ഘാടനം സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ബാലകൃഷ്ണപിള്ള നിർവഹിച്ചു. നമ്മുടെ സംഘടന നമ്മുടെ പെൻഷൻകാർ ചില പ്രശ്നങ്ങൾ നേരിടും. അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനം, നമ്മുടെ വൈദ്യുതി ബോർഡ്, KSEB ലിമിറ്റഡ് എന്ന കമ്പനി വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങളും നേരിടും. ഇപ്പൊ 2 കൂട്ടരും പ്രശ്നങ്ങൾ നേരിടുകയാണ്. അപ്പൊ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ സംഘടനയ്ക്ക് നിർദ്ദേശമുണ്ട്, അഭിപ്രായമുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. നിങ്ങൾക്കും നിർദ്ദേശങ്ങളുണ്ടാവും, സ്വാഭാവികമായി. ആ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ പ്രതിഫലിക്കണം. എന്താ നമ്മുടെ വൈദ്യുതി ബോർഡിന്റെ പ്രശ്നം? വൈദ്യുതി ബോർഡ് സാമ്പത്തികമായി വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തെ നേരിടുന്നു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. പത്രങ്ങളിലൂടെയും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി. വൈദ്യുതി ബോർഡ് നിങ്ങൾക്കറിയാം, 1957 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ഇന്ത്യയിൽ വൈദ്യുതി ബോർഡുകൾ നിലവിൽ വന്നത്. വൈദ്യുതി ബോർഡ് ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് വെറും ലാഭം ഉണ്ടാക്കാൻ മാത്രമായുള്ള സ്ഥാപനമായിരുന്നല്ല വിഭാവനം ചെയ്തത്. എന്നാൽ തുടർന്ന് നിയമം മൂലം ഏറ്റവും കുറഞ്ഞത് 3% ലാഭമെങ്കിലും ഉണ്ടാക്കണം എന്ന നിർദ്ദേശമുണ്ടായെങ്കിലും പലപ്പോഴും വൈദ്യുതി ബോർഡുകൾക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാതെ വളരെ ഭാരിച്ച നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഇലക്ട്രിസിറ്റി ബോർഡുകളും. ഡിവിഷൻ പ്രസിഡന്റ് PS ഭോഗീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CC അംഗം CB സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന ട്രഷറർ K. രാമകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സൈഫുദ്ദീൻ, സെക്രട്ടറി KC ഗോപിനാഥൻ നായർ, ജില്ലാ പ്രസിഡന്റ് ചന്ദ്രോദയൻ നായർ എന്നിവർ ആശംസകൾ നേർന്നു. ഡിവിഷൻ സെക്രട്ടറി V. രാജീവ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഷാജി P. ജോർജ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് പ്രമേയങ്ങൾ, ചർച്ച, തെരഞ്ഞെടുപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആം ആദ്മി പാർട്ടി കീരമ്പാറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടാന ശല്യത്തിനെതിരെ പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്തിലെ 2-ാം വാർഡിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം. പാർട്ടി മൂവാറ്റുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിതിൻ റാത്തപ്പിള്ളിൽ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.
ശക്തമായ RRT സംവിധാനം ഒരുക്കുക, ഫെൻസിംഗ് വലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി കീരമ്പാറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നക്കോട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കോതമംഗലം താലൂക്കിലെ കീരമ്പാറ പഞ്ചായത്തിലെ 2ാം വാർഡിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം ജനവാസ മേഖലയായ കൃഷ്ണപുരം കോളനിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങിയത് ആളുകളെ പരിഭ്രാന്തിയിലാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രതിഷേധ മാർച്ചുമായി AAP രംഗത്തെത്തിയത്. പാർട്ടി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിതിൻ റാത്തപ്പള്ളിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യാതൊരു പരിഗണനയും ലഭിക്കാതെ വന്യമൃഗങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നാം ചിന്തിച്ചാൽ സമൂഹമാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി കൂടുതൽ വനവൽക്കരണം നടത്തുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടി വനത്തിന്റെ അതിർത്തികളിൽ താമസിക്കുന്ന സാധാരണക്കാരായ കർഷകരെ ഓടിപ്പിടിച്ച് അവിടെ നിന്ന് ഇറക്കി വിടുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടത്തുന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് യാതൊരു സംരക്ഷണവുമില്ലാതെ ഈ കർഷകരുടെ ജീവിക്കേണ്ടി വരുന്നു. അനങ്ങളെ കൃഷി നശിപ്പിക്കുന്ന ഒരു പന്നിയെയോ ഒരു കേരയെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മലയണ്ണാനെയോ എന്തെങ്കിലും ഒരു ജീവിയെ നമ്മൾ ഇടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അതൊരു വലിയ കുറ്റമായി കാണുകയും നമ്മുടെ വീട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം മത്തായി പീച്ചിക്കര അധ്യക്ഷത വഹിച്ചു. എൽദോ പീറ്റർ, ജോൺ ഒറവലക്കുറി, സാജൻ പുന്നേക്കാട്, ജിജോ പീറ്റർ, രവി കീരമ്പാറ, ബോസ് വാരപ്പെട്ടി, ശാന്തമ്മ ജോർജ്, സാമ്പു കുരിശിങ്കൽ, ഗോപിനാഥൻ വെണ്ടിമന, രവി ഇഞ്ചോർ, ഷാജൻ കറകടം, സുരേഷ് കോട്ടപ്പടി, തങ്കച്ചൻ കോട്ടപ്പടി, വിനോദ് ഇരുമലപ്പടി, സക്കറിയാസ് കൂട്ടുങ്കൽ, സജി ഊഞ്ഞാപ്പാറ, കുമാരൻ സി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പുഷ്പഗ്രാമമാകാനൊരുങ്ങി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന പുഷ്പഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നടീൽ ഉത്സവങ്ങൾ നടന്നു. പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുഷ്പഗ്രാമം നടപ്പിലാക്കുന്നത്. വിവിധ വാർഡുകളിലായി 19 ഇടങ്ങളിൽ 2.5 ഏക്കറോളം സ്ഥലത്താണ് പ്രാഥമിക ഘട്ടത്തിൽ വിവിധ ഇനം ബന്ദികൾ, വാടാമുല്ല തുടങ്ങിയ പൂക്കളുടെ കൃഷി ആരംഭിച്ചത്. നടീൽ ഉത്സവത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മലയിഞ്ചിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് നിർവഹിച്ചു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന പുഷ്പഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നടീൽ ഉത്സവങ്ങൾ നടന്നു. പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുഷ്പഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയിൽ കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ച് ഒരു വാർഡിൽ ഒരു പച്ചക്കറി എന്ന ആശയം മുൻനിർത്തി പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി 17 ഏക്കറോളം അധികമായി വിവിധ പച്ചക്കറികൾ കൃഷി ചെയ്ത് വിജയകരമായി വിളവെടുപ്പ് നടത്തിയ ജൈവ പച്ചക്കറി ഗ്രാമം പദ്ധതി ശ്രദ്ധേയമായിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഓണവിപണി ലക്ഷ്യമിട്ടുള്ള കൃഷിക്കൂട്ടങ്ങളുടെ പച്ചക്കറി കൃഷിക്ക് പരിസ്ഥിതി ദിനത്തിൽ തുടക്കമായിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഉടുമ്പന്നൂരിന്റെ ഓണം നാടിന്റെ പച്ചക്കറിയും പൂവും കൊണ്ട് എന്ന ആശയം മുൻനിർത്തി നിലവിലുള്ള കൃഷിക്കൂട്ടങ്ങളുടെയും അധികമായി രജിസ്റ്റർ ചെയ്ത വനിതാ ഗ്രൂപ്പുകളുടെയും നേതൃത്വത്തിൽ പുഷ്പ കൃഷിക്ക് തുടക്കമായത്. വിവിധ വാർഡുകളിലായി 19 ഇടങ്ങളിൽ 2.5 ഏക്കറോളം സ്ഥലത്താണ് പ്രാഥമിക ഘട്ടത്തിൽ വിവിധ ഇനം ബന്ദികൾ, വാടാമുല്ല തുടങ്ങിയ പൂക്കളുടെ കൃഷി ആരംഭിച്ചത്. നടീൽ ഉത്സവത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മലയിഞ്ചിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് നിർവഹിച്ചു. പുഷ്പഗ്രാമം എന്നൊരാശയം നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടല്ല നമ്മളിപ്പോൾ ഈ പദ്ധതിയിലേക്ക് മുമ്പോട്ട് കാലെടുത്ത് വെക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ കാർഷിക മേഖലയെ ഒന്ന് തിരികെ കൊണ്ടുവരാനും ഇപ്പോൾ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ കൃഷിക്കൂട്ടങ്ങളുടെ എല്ലാം വലിയ ആവേശകരമായ വിജയാനുഭവങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടു പോകുവാനും കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുവാനും കൃഷിയിൽ വ്യത്യസ്തങ്ങളാർന്ന പരീക്ഷണങ്ങൾ നടത്തുവാനും വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പുഷ്പഗ്രാമം എന്ന ആശയം നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത്. എന്തായിരുന്നാലും നമ്മൾ ഈ ആശയം മുമ്പോട്ട് വെച്ചപ്പോൾ ഒട്ടേറെ കർഷകർ ഈ ആശയത്തോട് ലാഭേച്ഛ നോക്കാതെ നമ്മളുമായി സഹകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് 19 പ്രദേശങ്ങളിൽ നമ്മളിന്ന് പുഷ്പകൃഷിക്ക് തുടക്കം കുറിക്കുകയാണ്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 2 ഇനം ബന്ദിയും അതുപോലെ തന്നെ വാടാമുല്ലയുമാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ ഇവിടെ മലയിഞ്ചിയിൽ നടക്കുക. ഈ പുഷ്പകൃഷി എന്ന ആശയം മുമ്പോട്ട് വെച്ചപ്പോൾ തന്നെ വലിയ ആവേശകരമായി സ്വന്തം നിലയിൽ പോട്ട് തയ്യാറാക്കിയെടുത്ത് ഈ
പൂക്കൃഷി ഇവിടെ ഉദ്ഘാടനം ചെയ്യണമെന്ന് വലിയ താല്പര്യത്തോടു കൂടി മുൻപോട്ട് വന്ന മലയിഞ്ചി നിവാസികൾ, മലയിഞ്ചിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പദ്ധതിയുമായി സഹകരിക്കുന്നത്. വിവിധ വാർഡുകളിൽ വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശാന്തമ്മ ജോയ്, CDS ചെയർപേഴ്സൺ ഷീബ ഭാസ്കരൻ, വാർഡ് മെമ്പർമാരായ രമ്യ അജീഷ്, ജമാൽ PS, ജോൺസൺ കുര്യൻ, രഞ്ജിത്ത് PS, അൽഫോൻസ മാത്യു, KR ഗോപി, ജിൻസി സാജൻ, ബിന്ദു രവീന്ദ്രൻ, TV രാജീവ്, ശ്രീമോൾ ഷിജു എന്നിവർ നടീൽ ഉത്സവങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിവിധയിടങ്ങളിൽ കൃഷി അസിസ്റ്റന്റുമാരായ ബുഷറ KI, റംല, CDS ADS ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. വണ്ണപ്പുറം മർച്ചന്റ് അസോസിയേഷനും പഞ്ചായത്തും സംയുക്തമായി വ്യാപാരികൾക്കായി ലൈസൻസ് അദാലത്ത് നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീമ പരീദ് അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സജി കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. വണ്ണപ്പുറം മർച്ചന്റ്സ് അസോസിയേഷനും പഞ്ചായത്തും സംയുക്തമായി വ്യാപാരികൾക്കായി ലൈസൻസ് അദാലത്ത് നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീമ പരീദ് അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലൊരു വരുമാന മാർഗമാണ് ഈ അദാലത്ത് എന്ന് പറഞ്ഞാൽ. പിന്നെ സജി കണ്ണമ്പുഴ നമുക്ക് അജണ്ട വെക്കുകയും അതോടെ ഞങ്ങൾ പഞ്ചായത്ത് സഹകരിക്കുകയും ചെയ്തു. ആ നിമിഷം നമ്മളിവിടെ സ്പോട്ട് നിശ്ചയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിന് പങ്കെടുത്ത എല്ലാ വ്യാപാരികൾക്കും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരും അനുവാദത്തോടുകൂടി ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. വണ്ണപ്പുറം മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സജി കണ്ണമ്പുഴയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ദിവ്യ അനീഷ്, റഷീദ് തോട്ടുങ്കൽ, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ KH നൌഷാദ്, ബാബു കുന്നത്തുശ്ശേരി, പ്രിൻസ് MG, ഉഷ രാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വണ്ണപ്പുറം മർച്ചന്റ് അസോസിയേഷനും വണ്ണപ്പുറം ഹോമിയോ ആശുപത്രിയുമായി സഹകരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി തടയുന്നതിനായുള്ള പ്രതിരോധം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വണ്ണപ്പുറം ടൗണിൽ നിത്യേനയിരിക്കുന്ന വ്യാപാരികൾക്ക് ഏറ്റവും അത്യാവശ്യമായ പ്രതിരോധ മരുന്ന് കൊടുക്കുന്ന പ്രക്രിയയ്ക്ക് വണ്ണപ്പുറം ഹോമിയോ ആശുപത്രി അതിലേർപ്പെടുത്തിയ എല്ലാ സൗകര്യങ്ങൾക്കും വണ്ണപ്പുറം മർച്ചന്റ് അസോസിയേഷൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് വണ്ണപ്പുറം മർച്ചന്റ് അസോസിയേഷൻ്റെ കീഴിലുള്ള മുഴുവൻ അംഗങ്ങൾക്കും ഹോമിയോ ആശുപത്രിയിൽ നിന്നുള്ള മരുന്ന് എത്തിച്ചിട്ടുണ്ട്. ഈ പ്രതിരോധ മരുന്ന് മുഴുവൻ വ്യാപാരികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. ചടങ്ങിന്റെ ഭാഗമായി മർച്ചന്റ്സ് അസോസിയേഷൻ വ്യാപാരികൾക്കായി വണ്ണപ്പുറം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ അനീഷ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പട്ടയ നടപടികൾ ഉദ്യോഗസ്ഥ ലോബികൾ അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി ആദിവാസി വിഭാഗം രംഗത്ത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 3000-ഓളം പട്ടയങ്ങൾ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ വിതരണം ചെയ്തുവെങ്കിലും ഇപ്പോൾ പട്ടയ നടപടികൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ജില്ലയിലെ എല്ലാ കർഷകർക്കും പട്ടയം എന്ന വാഗ്ദാനവുമായി അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 3000-ഓളം പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പട്ടയ നടപടികൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകി പട്ടയ വിതരണം നടത്തണമെന്ന ഉത്തരവുണ്ടായിട്ട് പോലും ഉദ്യോഗസ്ഥ ലോബികൾ പട്ടയ നടപടികൾ അട്ടിമറിക്കുകയാണെന്ന് ഊരുമൂപ്പൻ കൃഷ്ണകുമാർ ആരോപിക്കുന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പട്ടയ നടപടികൾ ഗവൺമെന്റ് നല്ല രീതിയിൽ നടത്താൻ തീരുമാനിച്ചെങ്കിലും ഉദ്യോഗസ്ഥ ലോബികൾ ഈ പട്ടയ നടപടികൾ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പം നിലവിൽ LA ഓഫീസ് വഴി കയറി ഇറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഗവൺമെൻറ്റിന് നിരന്തര അപേക്ഷകളും പരാതികളും കൊടുക്കുമ്പോൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ആദിവാസി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് പട്ടയം തരാമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും ഈ ഉദ്യോഗസ്ഥന്മാർ ഈ പട്ടയം ഇവിടെയുള്ള കൃഷിക്കാർക്ക് കൊടുക്കാതെ ഇത് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായും ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെട്ട് ഈ പട്ടയ വിതരണം പൂർത്തീകരിക്കണമെന്നാണ് ഊരുമൂപ്പനായ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ലെങ്കിൽ 18 കോളനിയിലെയും ആദിവാസികൾ ഇനി കളക്ടറേറ്റ് മുമ്പിൽ സമരം നടത്താൻ തീരുമാനിക്കുവാൻ അടുത്ത ദിവസം ഞങ്ങൾ മൊത്തത്തിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. നിലവിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ സർവേ നടപടികൾ പോലും ഇല്ലാത്ത സാഹചര്യമാണ്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ വിഷയത്തിൽ ഇടപെടണമെന്നും അല്ലാത്ത പക്ഷം പഞ്ചായത്തിലെ 19 ആദിവാസി ഊരുകളിൽ നിന്നും ജനങ്ങളെ പങ്കെടുപ്പിച്ച് കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ആദിവാസി മൂപ്പൻ കൃഷ്ണകുമാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ബസ്സിനുള്ളിൽ കിടന്നു കിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് 2 സ്വകാര്യ ബസ് ജീവനക്കാർ. മാങ്കുളം അടിമാലി കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആരാധന ബസ്സിലെ ജീവനക്കാരാണ് കളഞ്ഞു കിട്ടിയ വിദ്യാർത്ഥിനിയുടെ സ്വർണ്ണമാല തിരികെ നൽകിയത്.
ഉച്ചയ്ക്ക് 12:30 അടിമാലിയിൽ നിന്നും കോതമംഗലത്തേക്ക് സ്വകാര്യ ബസ്സായ ആരാധന സർവീസ് നടത്തുന്നതിന് ഇടയിലായിരുന്നു വിദ്യാർത്ഥിനിയുടെ സ്വർണ്ണമാല ബസ്സിനുള്ളിൽ വെച്ച് നഷ്ടപ്പെട്ടത്. ഇരുമ്പുപാലത്ത് നിന്നും ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ ബസ്സിൽ കയറിയിരുന്നു. ഇതിൽ കോളനി പാലത്തിറങ്ങിയ വിദ്യാർത്ഥിനിയുടെ മാലയായിരുന്നു നഷ്ടമായത്. ബസ് നേര്യമംഗലത്തെത്തിയപ്പോൾ വിദ്യാർത്ഥിനിയുടെ ബന്ധുവെത്തി മാല നഷ്ടപ്പെട്ട വിവരം ബസ് ജീവനക്കാരെ അറിയിച്ചു. സർവീസിനിടെ ജീവനക്കാർ ബസ്സിനുള്ളിൽ ആദ്യം തിരച്ചിൽ നടത്തിയെങ്കിലും മാല കണ്ടെത്താനായില്ല. പിന്നീട് ബസ്സിന്റെ ഡോറിനരികിൽ നിന്ന് മാല കണ്ടെത്തുകയും തിരികെ അടിമാലിയിലേക്കുള്ള സർവീസിനിടയിൽ വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കൾക്ക് ബസ് ജീവനക്കാർ മാല കൈമാറുകയും ചെയ്തു. ഇന്നലെ അടിമാലിയിൽ നിന്ന് 12:30 കോതമംഗലത്തേക്ക് പോയപ്പോൾ ഇരുമ്പാലം പള്ളിപ്പടിയിൽ നിന്ന് സൺഡേ സ്കൂൾ കഴിഞ്ഞ് കുറച്ച് അധികം പിള്ളേർ വണ്ടി കയറിയായിരുന്നു. കോളനിപ്പാലത്ത് ഇറങ്ങുന്ന കൊച്ചിൻ്റെ മാല പൊട്ടിപ്പോയായിരുന്നു. അത് ഞങ്ങളറിഞ്ഞില്ല. നേര്യമംഗലത്ത് വന്ന് കൊച്ചിൻ്റെ അമ്മയുടെ ആങ്ങള വണ്ടി കയറിയപ്പോൾ പറഞ്ഞു, മോനെ വണ്ടിക്കകത്ത് മാലയടി കിടപ്പുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ അന്നേരം നോക്കി കഴിഞ്ഞപ്പോൾ മാലയൊന്നും കിട്ടിയില്ല. യാത്രക്കാരെല്ലാം ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കുറേ ബംഗാളികളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇറങ്ങിപ്പോയി കഴിഞ്ഞ് സ്റ്റെപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ മാല സ്റ്റെപ്പിൽ കിടക്കുകയാണ്. സ്റ്റെപ്പിൽ നിന്ന് എടുത്ത് ആ ചേട്ടനെ വിളിച്ചു പറയുകയും ആ ചേട്ടനെ തിരിച്ചു വന്നപ്പോൾ കോളനിപ്പാലത്ത് വെച്ച് മാല കൈമാറുകയും ചെയ്തു. ബസ്സിലെ കണ്ടക്ടറായ പോത്താനിക്കാട് സ്വദേശി അഖിൽ, ഡ്രൈവറായ മാങ്കുളം സ്വദേശി ക്രിസ്റ്റോ എന്നിവരാണ് കളഞ്ഞുകിട്ടിയ മാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായത്. ബസ് ജീവനക്കാരുടെ പ്രവൃത്തിക്ക് അഭിനന്ദനമർപ്പിച്ച് നവമാധ്യമങ്ങളിലും നിരവധി ആളുകൾ രംഗത്തെത്തി. ന്യൂസ് ബ്യൂറോ, അടിമാലി. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഇടുക്കി ഡിവിഷൻ നടത്തിവരുന്ന വനമഹോത്സവത്തിന്റെ ഭാഗമായി നടുക്കണ്ടം കനാൽ പുറമ്പോക്കിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. തൊടുപുഴ ഡിവൈഎസ്പി മുഹമ്മദ് റിയാസ് തൈനടീലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഇടുക്കി യൂണിറ്റ്, കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ, നാഷണൽ സർവീസ് സ്കീം, നടുക്കണ്ടം റെസിഡൻസ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഫലവൃക്ഷ തൈകളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ചത്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഇടുക്കി ഡിവിഷൻ നടത്തിവരുന്ന വനമഹോത്സവത്തിന്റെ ഭാഗമായി നടുക്കണ്ടം കനാൽ പുറമ്പോക്കിൽ നട്ടുപിടിപ്പിച്ച തൈനടീലിന്റെ ഉദ്ഘാടനം തൊടുപുഴ ഡിവൈഎസ്പി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ ആദ്യമേ നേരുന്നുണ്ട്. തുടക്കത്തിൽ നമ്മളിപ്പം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ വസ്തുക്കളും ഗോൾഡൊക്കെ വാങ്ങിക്കുന്നതിന് അതോടൊപ്പം തന്നെ നമുക്കിവിടെ ജീവിക്കാനുള്ള ഒരു അവസരം കൂടെ വേണം. അതിനനുസരിച്ച് നമുക്ക് ഭൂമിയിൽ നമുക്ക് വെള്ളവും ജലവും മറ്റടുത്ത തലമുറയ്ക്കും കൂടെ നമുക്കിത് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ പറഞ്ഞ ഈ സംഘടനകളെല്ലാം കൂടെ ചെയ്യുന്ന ഈ പ്രവർത്തനം. എല്ലാവിധ ആശംസകൾ ആദ്യമേ അറിയിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഈ സ്കൂൾ കുട്ടികളോടൊപ്പം പറയാനുള്ളത്, അടുത്ത തലമുറ എപ്പോഴത്തോളം ഈ വനവും വെള്ളവും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറ ജീവിക്കും. കവി പറഞ്ഞ കണക്കിന് ഇനി അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം പരമാവധി ചൂഷണം ചെയ്ത് പലപ്പോഴും നമ്മൾ വളരെ സ്വാർത്ഥാകുന്നു. ഈ തലമുറ സ്വാർത്ഥായി കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാം, ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിന് മുൻകൈ എടുത്ത ഈ പറഞ്ഞ യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷനും സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ NSS യൂണിറ്റിനും വനം വകുപ്പിനും അതുപോലെ നെടുങ്കണ്ടം റെസിഡൻസ് ഒരിക്കൽ കൂടി അതെന്ന് വെച്ചാൽ എൻ്റെ വാക്കുകൾക്ക് എല്ലാവിധ ആക്ഷൻ നടന്നുകൊണ്ട് ഇടുക്കി യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ടോമി ജോസഫ്, സോഷ്യൽ ഫോറസ്ട്രി തൊടുപുഴ റേഞ്ച് ഓഫീസർ കെ ഉദയകുമാർ, നടുക്കണ്ടം ലൈബ്രറി സെക്രട്ടറി A ചന്ദ്രബാബു എന്നിവർ ആശംസകൾ നേർന്നു. നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ലിജിയ ജോസ് സ്വാഗതവും ഇടുക്കി യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് റെജി പി തോമസ് നന്ദിയും പറഞ്ഞു. ജോമോൻ കുര്യൻ, VN രാജേഷ്, ജോയി കൊന്നക്കൽ, ഗോപകുമാർ കങ്ങഴ, തോമസ് ചേരിയൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആ രീതിയിൽ ചെയ്യാവുള്ളൂ. അവിടെ കൈ എടുത്തുകൊണ്ട് വന്നിരുന്നു പാലിൻ്റെ ഒഴുക്ക് വെച്ചിട്ട് ന്യൂസ് ബ്യൂറോ, കരിങ്കുന്നം. കോതമംഗലം വെളിയച്ചാൽ സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ പുതിയതായി നിർമ്മിച്ച ഇടവക കാര്യാലയത്തിന്റെയും ഫോറോന കാര്യാലയത്തിന്റെയും വെഞ്ചരിപ്പ് കർമ്മം നടത്തി. കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ നടത്തിയവരെയും SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. കോതമംഗലം വെളിയച്ചാൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ പുതുതായി നിർമ്മിച്ച ഇടവക കാര്യാലയത്തിന്റെയും ഫൊറോന കാര്യാലയത്തിന്റെയും വെഞ്ചരിപ്പ് കർമ്മം കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട വികാരിയച്ഛനാണ്. വികാരിയച്ഛൻ
ഇത് തുടങ്ങുന്ന അവസരത്തിൽ കുറേ എന്താ പറയുന്നത് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നീങ്ങി അനുകൂലമായ സാഹചര്യം വന്നു. നല്ല രീതിയിൽ തുടങ്ങുവാൻ സാധിച്ചു, നല്ല രീതിയിൽ പൂർത്തിയാക്കുവാൻ സാധിച്ചു. നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇടവചനങ്ങളെല്ലാം അതോടൊപ്പം തന്നെ കൈക്കാരന്മാരെ കൂടെ വന്നവരാണ്. അതിൽ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് ഒരുമിച്ച് പോകുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും. അങ്ങനെ നാം ദൈവത്തിൻ്റെ ജനം എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇടവക വികാരി റവറൻ ഡോക്ടർ തോമസ് ജെ പറയിടം അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിൽ കെട്ടിടത്തിന്റെ വിവിധ നിർമ്മാണ ജോലികൾ നടത്തിയവർക്ക് മൊമെന്റോ നൽകി. SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. ഇടവകയിലെ അംഗങ്ങളും രൂപതയിലെ വൈദികരും ഉൾപ്പെടെ ഈ വെഞ്ചരിപ്പ് കർമ്മത്തിൽ പങ്കെടുത്തു. 9 A+ നേടിയ ജോയ് സോണി, 8 A+ നേടിയ മെർലിൻ ഷിബു. ക്യാഷ് അവാർഡ് പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് ക്യാഷ് അവാർഡ് കുട്ടികളെ ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 12ാമത് ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ ഉടൻ നടപ്പിലാക്കണമെന്ന് കേരള NGO അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് ജില്ലയിലെ 5 താലൂക്ക് ആസ്ഥാനങ്ങളിലും അസോസിയേഷൻ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ദേവികുളത്ത് AK മണിയും തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ DCC ജനറൽ സെക്രട്ടറി NI ബെന്നിയും, നെടുങ്കണ്ടത്ത് DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനും, പീരുമേട് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KP വിനോദും, ഇടുക്കിയിൽ NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദും ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. 12ാമത് ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് കേരള NGO അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ജീവനക്കാർക്ക് ലഭിക്കാനുള്ള ക്ഷാമബത്ത 19% കുടിശ്ശികയായിരിക്കുകയാണ്. ലീവ് സറണ്ടർ ആനുകൂല്യം പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് മാറ്റുന്ന നടപടി പിൻവലിച്ച് പണമായി നൽകുവാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം. പുതുക്കിയ ശമ്പള പരിഷ്കരണം ലഭിക്കേണ്ട തീയതി എത്തിയിട്ട് പോലും ശമ്പള പരിഷ്കരണ കമ്മീഷനെ പോലും നിയോഗിക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ആശ്രിത നിയമന പദ്ധതി അട്ടിമറിക്കുവാനും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ നോക്കുകുത്തിയാക്കാനും നടത്തുന്ന ശ്രമങ്ങൾ ഉടൻ തിരുത്തണം. ജീവാനന്ദം എന്ന പേരിൽ ശമ്പളം പിടിക്കാനുള്ള നീക്കം സിവിൽ സർവീസിനെ തകർക്കുന്നതാണ്. ജില്ലയിലെ 5 താലൂക്ക് ആസ്ഥാനങ്ങളിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ദേവികുളത്ത് AK മണി XMLAയും, തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ DCC ജനറൽ സെക്രട്ടറി NI ബെന്നിയും, നെടുങ്കണ്ടത്ത് DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനനും, പീരുമേട് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KP വിനോദും, ഇടുക്കിയിൽ NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദും ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികളെ ഞങ്ങൾ ട്രേഡ് യൂണിയൻ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തിട്ട് 20 മാസക്കാലം കഴിഞ്ഞു. നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തിട്ട് അത് ആരുടെയും ഔദാര്യമല്ല. നിർമ്മാണ തൊഴിലാളികൾ അവർ കൊടുത്തിരുന്ന അംശാദായമാണ്. അവർ അടക്ക ഇതിൽ നിന്നാണ് കൊടുക്കുന്നത്, അല്ലാതെ ഫ്രീ ആയി സർക്കാർ കൊടുക്കുന്നതല്ല. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള പോരാട്ടത്തിലാണ്. സഖാക്കൾക്കും നമ്മുടെ സർക്കാർ വിലാസം സംഘടനകൾക്കൊന്നുമില്ല. അവരിപ്പോൾ എവിടെയെങ്കിലൊക്കെ നടക്കുന്ന ഐക്യദാർഢ്യം, റുമേനിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഐക്യദാർഢ്യം, കേന്ദ്രത്തിൻ്റെ ഞാൻ ഇന്നാളെ NGO-യുടെയൊക്കെ കണ്ട് ഞാനെല്ലാം ഈ മീറ്റിങ്ങുകളൊക്കെ ശ്രദ്ധിക്കുകയാണ്. റുമേനിയയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിൽ കൊണ്ടുവരിക. ഇപ്പോൾ ചൈനയെക്കുറിച്ച് പറയില്ല. പണ്ടൊക്കെ ചൈനയെക്കുറിച്ച് നമ്മൾക്ക് പറയാൻ പറ്റും, ഇപ്പോൾ അവർ പറയുകയാണ്. അപ്പോൾ അവർ ഇന്ന് പറയണ രാവിലെ ഏറ്റുകഴിഞ്ഞാൽ പിണറായി വിജയൻ സിന്താബ എന്നുള്ള സൂത്രം ഉരുവിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അവിടെ ജനങ്ങൾ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ആൾസംഖ്യയുടേതല്ല, നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ അത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ഇത് എണ്ണിയപ്പോൾ നമ്മൾ തന്നെ എല്ലാ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലെയും സർക്കാർ ജീവനക്കാരുടെ വോട്ട് UDF-ന് അനുകൂലമായി വന്നു. നേതാക്കളായ ഷാജി ദേവസ്യ, CM രാധാകൃഷ്ണൻ, ടോണി വർഗീസ്, സഞ്ജയ് കബീർ, CS ഷമീർ, സാജു മാത്യു, റോയ് ജോസഫ്, PK യൂനിസ്, ബിനോയ് KC, വിൻസെന്റ് തോമസ്, ഹരിദാസ് PK, ആന്റണി MA, OM ഫൈസൽ ഖാൻ, UM ഷാജി, പീറ്റർ K എബ്രഹാം, ബിനീഷ് തോമസ്, ബിജു KB, ദീപു PU, ഗിരീഷ് PR എന്നിവർ പ്രസംഗിച്ചു. രാജേഷ് ഗോപാൽ, MD ബിനിൽ, ജോയ്സ് ആന്റണി, ബുഷറ, രാജൻ M, ജേസൺ C ജോൺ, ദിലീപ് KV, P ബിജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
പാറക്കടവ് ഡംപിംഗ് യാർഡിലെ ബയോമൈനിംഗ് പ്രവൃത്തിയുടെ ഭാഗമായി വേർതിരിച്ച മാലിന്യത്തിന്റെ ആദ്യ ലോഡ് നീക്കം ചെയ്തു. നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. 40 കൊല്ലമായി ഇവിടെ നിക്ഷേപിച്ചിരുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്ത് ഭൂമിയെ വീണ്ടെടുക്കുന്നതിന് സ്വച്ഛ് ഭാരത് മിഷൻ നഗരം 2ാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചിത്വ മിഷന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്. പാറക്കടവ് ഡംപിംഗ് യാർഡിലെ ബയോമൈനിംഗ് പ്രവൃത്തിയുടെ ഭാഗമായി വേർതിരിച്ച മാലിന്യത്തിന്റെ ആദ്യ ലോഡ് നീക്കം ചെയ്യുന്നതിന്റെ ഫ്ളാഗ് ഓഫ് നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി നിർവഹിച്ചു. തൊടുപുഴ നഗരസഭയിൽ പാറക്കടവ് ഡംപിംഗ് യാർഡിൽ 40 കൊല്ലമായി നിക്ഷേപിച്ചിരുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്ത് ഭൂമിയെ വീണ്ടെടുക്കുന്നതിന് സ്വച്ഛ് ഭാരത് മിഷൻ നഗരം 2ാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചിത്വ മിഷന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. കോഴിക്കോട് ആസ്ഥാനമായുള്ള MCK കുട്ടി എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കരാർ ഏജൻസി. 6 മാസം കൊണ്ട് 1.24 ഏക്കർ സ്ഥലത്തുള്ള 26,683 മീറ്റർ ക്യൂബ് മാലിന്യമാണ് നീക്കം ചെയ്യുക. ഇതിനായി 2.83 കോടി രൂപയാണ് പദ്ധതി തുകയായി നഗരസഭ വകയിരുത്തിയിരിക്കുന്നത്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം, വാർഡ് കൗൺസിലർ കവിത അജി, നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് രാജ്, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പെരിയാർ നദിയിലേക്ക് വീണ അളകനന്ദ എന്ന കൊച്ചുമിടുക്കി നീന്തി കയറിയത് ജീവിതത്തിലേക്ക്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് അമ്മയ്ക്കൊപ്പം ചപ്പാത്തിലൂടെ നടന്നു പോകുന്നതിനിടെ കുത്തിയൊഴുകുന്ന പെരിയാർ നദിയിൽ അളകനന്ദ വീണത്. മനോധൈര്യം കൈവിടാതെ അവൾ നീന്തി കരക്ക് കയറി. ചെറുപ്പം മുതൽ നീന്തൽ പരിശീലിച്ചതുകൊണ്ട് മാത്രമാണ് വലിയ അപകടത്തിൽ നിന്ന് ആ കൊച്ചുമിടുക്കിക്ക് നീന്തി കയറാനായത്. അവധി ദിവസങ്ങളിൽ അമ്മ സംഗീതയ്ക്കൊപ്പം ജോലിസ്ഥലത്തേക്ക് പോകും 5ാം ക്ലാസ്സുകാരിയായ അളകനന്ദ. പഠിക്കാനുള്ള ബുക്കും പുസ്തകവുമെല്ലാം ബാഗിനുള്ളിലാക്കിയാണ് യാത്ര. പഠനം അമ്മ ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിലിരുന്ന്. കഴിഞ്ഞ ദിവസവും വീട്ടിൽ നിന്നും അമ്മയ്ക്കൊപ്പം അങ്ങനെയൊരു യാത്ര പുറപ്പെട്ടു. പെരിയാർ നദിക്ക് കുറുകെയുള്ള സുരക്ഷാവേലിയില്ലാത്ത ചപ്പാത്തിലൂടെ നടക്കുന്നതിനിടെ വഴുക്കലിൽ ചവിട്ടി അതിശക്തമായ നീരൊഴുക്കുള്ള ഈ നദിയിലേക്ക് അവൾ വീണു. തോളിൽ തൂക്കിയിരുന്ന ബാഗും പുസ്തകവുമെല്ലാം പെരിയാർ കൊണ്ടുപോയി. പക്ഷെ തന്റെ ജീവൻ വിട്ടുകൊടുക്കാൻ അളകനന്ദ തയ്യാറായിരുന്നില്ല. മനോധൈര്യം വീണ്ടെടുത്ത് 2ാം വയസ്സിൽ അമ്മ പറഞ്ഞു പഠിപ്പിച്ച് പരിശീലിപ്പിച്ചു കൊടുത്ത പാഠം അവൾ ഓർമ്മിച്ചു. സർവ്വശക്തിയുമെടുത്ത് അവൾ നീന്തി കരയ്ക്കു കയറി. രാവിലെ ഞാൻ നടന്നു പോയപ്പോൾ നടുക്ക് ചെളിയായിരുന്നു. അന്നേരം സൈഡിൽ നോക്കിയപ്പോൾ ചെളിയൊന്നും കാണുന്നില്ല. എനിക്കറിയില്ലായിരുന്നു ചെളി അവിടെ ഉണ്ടെന്ന്. ഞാൻ ചവിട്ടിയപ്പോഴേക്കും കാല് തെന്നിപ്പോയി. അങ്ങനെ ഞാൻ വീണപ്പോൾ ഉണ്ടായിരുന്ന താഴ്ചയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ആ ബാഗ് ഉണ്ടായിരുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഞാൻ പൊങ്ങിക്കിടന്ന്. അതുകൊണ്ട് ഞാൻ നീന്തി എടുത്ത് സൈഡിലോട്ട് പോയി ഒരു ചെടിയെ കയറി പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളായിരുന്നു. നീന്തൽ നേരത്തെ മുതൽ അമ്മ 2ാം ക്ലാസ് തൊട്ട് അമ്മ എന്നെ പഠിപ്പിക്കുന്നതാണ് നീന്തൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അലറി അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ ആൾക്കാർ വന്ന്. അപ്പോൾ അമ്മ ചാടാൻ തുടങ്ങുമ്പോഴേക്കും ഇവിടെ മേളിൽ വന്ന് ഒരു ആൻറ്റി വന്ന് അമ്മേനെ തടഞ്ഞു നിർത്തി. ദേ നോക്ക് വെച്ച് ദേ അവൾ നീന്തുന്നുണ്ട് എന്ന് പറഞ്ഞു. പെരിയാർ നദിയുടെ തീരത്താണ് അവൾ കളിച്ചു വളർന്നത്. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ അമ്മ സംഗീത അവളെ നീന്തൽ പരിശീലിപ്പിച്ചിരുന്നു. പുഴയെ അവൾക്ക് നന്നായി അറിയാം. മകൾ പുഴയിൽ വീണപ്പോൾ ഒപ്പമുണ്ടായിരുന്ന അമ്മ സംഗീത അതെല്ലാം മറന്ന് മകളെ രക്ഷിക്കാൻ പുഴയിൽ ചാടി. ഓടിക്കൂടിയ നാട്ടുകാർ സംഗീതയെ പിന്തിരിപ്പിച്ചു. മകൾ നീന്തി കരയ്ക്ക് കയറിയപ്പോൾ 2ാം വയസ്സിൽ താൻ പകർന്നുകൊടുത്ത പാഠം മകളുടെ ജീവന്റെ വിലയുണ്ടെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായി. ആറിന്റെ തീരത്താണ് വീട്. അപ്പം കുഞ്ഞായിരുന്നപ്പം മുതൽ അവൾ വെള്ളത്തിലിറങ്ങുമ്പോൾ ഇങ്ങനെ നീന്താൻ തുടങ്ങുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പഠിപ്പിച്ച് എനിക്ക് അത്യാവശ്യം നീന്താൻ അറിയാം. അതുകൊണ്ട് തന്നെ അവളെ നീന്തൽ പഠിപ്പിച്ചു. കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത്രയും വെള്ളത്തിൽ ഇതുവരെ നീന്തൽ ഞാൻ കണ്ടിട്ടില്ല. അവൾ വീടിൻ്റെ അടുത്ത് നീന്തും എന്നല്ലാണ്ട് ദൂരോട്ടും നീന്തിട്ടില്ല. ഇത് നീന്തുവോ ഇല്ലയോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വീണപ്പം മുങ്ങിപ്പൊങ്ങി നിൽക്കുമല്ലായിരുന്നു. അപ്പം നീന്തുമായിരുന്നു. പിന്നെ ഞാനും ആയത്ത് ചേച്ചി നീന്താൻ പറഞ്ഞത് കൊണ്ട് നീന്തുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചാടിയില്ല. ഇല്ലെങ്കിൽ ഞാനും ചാടേണ്ട വന്നേനെ. സൈഡിലോട്ട് അവൾ നീന്തി കയറി. കുഴപ്പമൊന്നുമില്ല. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ ബ്ലാമല വിമൽ ജ്യോതി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അളകനന്ദ. അച്ഛൻ അഭിലാഷ് കുമാർ, അമ്മ സംഗീത എന്നിവരുടെ ഏക മകൾ. വീഴ്ചയിൽ പാലത്തിന്റെ വക്കിൽ കാൽമുട്ടിനുണ്ടായ ചെറിയ പരിക്കു മാത്രമാണ് അവൾക്കുണ്ടായത്. പാലത്തിന്റെ കൈവരികളില്ലാത്തതാണ് അപകടത്തിന് കാരണമായത്. ചെറുതും വലുതുമായ വാഹനങ്ങളും സ്കൂൾ കുട്ടികളടക്കം നിരവധി ആളുകളും സഞ്ചരിക്കുന്ന പാലമാണ് ഇത്. നീന്തൽ അറിയാവുന്നതുകൊണ്ട് മാത്രം അളകനന്ദ രക്ഷപ്പെട്ടു. ഇനിയൊരു അപകടമുണ്ടായാൽ അപകടത്തിൽപ്പെടുന്നവരെ ആര് രക്ഷിക്കും? അടിയന്തരമായി ചപ്പാത്തിനെ സുരക്ഷാവേലി സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം നാട്ടുകാർ മുൻപോട്ട് വയ്ക്കുന്നു. ആവശ്യം ന്യായമുള്ളതാണ്. അത് ചെയ്തു നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതായുമുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണത്തിനും CDS നേതൃത്വത്തിനുമെതിരെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി.
ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നിസാർ കുന്നേക്കുടി അധ്യക്ഷത വഹിച്ചു. അഴിമതിയിൽ മുങ്ങിയ പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണത്തിനും CDS നേതൃത്വത്തിനുമെതിരെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും പിന്നോക്ക ലോൺ തിരിച്ചടവിന് നൽകിയ 6 ലക്ഷം രൂപ മുഖ്യ CDS കമ്മിറ്റി പിരിച്ചുവിടുക, CDS ഫൈനാൻസ് ഇടപാടുകൾ ജില്ലാ മിഷൻ ഓഡിറ്റിംഗ് നടത്തി റിപ്പോർട്ട് പുറത്തുവിടുക, CDS നടത്തിയ സാമ്പത്തിക അഴിമതി വിജിലൻസ് അന്വേഷണത്തിന് വിട്ട് അന്വേഷണ വിധേയമായി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, 2023-24 വർഷത്തെ പഞ്ചായത്ത് പദ്ധതി വിഹിതം 1.5 കോടി രൂപ ലാപ്സാക്കിയ LDF ഭരണം അവസാനിപ്പിക്കുക, അഴിമതിയിൽ മുങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളുടെ മേൽ നികുതി വർദ്ധിപ്പിച്ചും യൂസർ ഫീ നിർബന്ധമാക്കിയും അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന നിയമം പിൻവലിക്കുക, അയോഗ്യതാ നിയമക്കുരുക്കിലകപ്പെട്ട 5ാം വാർഡ് മെമ്പറെ സംരക്ഷിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തിയത്. മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് ഇബ്രാഹിം കവല പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ തന്നെ ഒരാളുടെ ഭൂരിപക്ഷത്തിന് വേണ്ടി മാത്രം ഇത്ര കൃത്രിമം കാണിക്കുന്ന ഈ പഞ്ചായത്ത് സമിതിയെ പിരിച്ചുവിടുകയും അവരുടെ പേരിൽ അന്വേഷണം നടത്തുകയും ചെയ്യണമെന്നാണ് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പ്രത്യേകിച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന. അത് തീർച്ചയായും നടപ്പിൽ വരുത്തില്ലെങ്കിൽ ഞങ്ങളതിന് നിയമ നടപടികൾ സ്വീകരിക്കുകയും അതിനുവേണ്ട എല്ലാ ഒത്താശകളും മുസ്ലിം ലീഗ് പാർട്ടി സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി മുതൽ താഴെയുള്ള പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി വരെയുള്ള മുഴുവൻ ആളുകൾക്കും അംഗീകാരം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ അഭിസംബോധന ചെയ്യുവാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങളോട് പറയും. അനുഭവസ്ഥമായ എല്ലാ കാര്യങ്ങളുണ്ട്. പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ അനുഭവം തന്നെ ഞാൻ ഇപ്പോൾ പുറത്ത് പറയുന്നില്ല. അതൊക്കെ ഇവിടെ എല്ലാ വാർഡ് മെമ്പർമാർക്കും അറിയാം. അതുകൊണ്ട് ഈ കാര്യത്തെല്ലാം വിശദമായി പറയുന്നതിന് വേണ്ടി ഇവിടെ പഞ്ചായത്ത് മെമ്പർമാർ ഹാജരായിട്ടുണ്ട്. അവർ പറയും എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ ഈ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നിസാർ കുന്നേക്കുടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ മൈദീൻ കുറുഞ്ഞലിക്കാട്ട്, ആഷിദ അൻസാരി, ഷിജി ബോബൻ, ഷാജിമോൾ റഫീഖ്, അബൂബക്കർ മാങ്കുളം, KM അബ്ദുൽ കരീം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ, യൂത്ത് ലീഗ് നേതാക്കന്മാരായ അലി അൾട്ടിമ, അഡ്വക്കേറ്റ് അൻസാർ, KM അൻസാരി, അബൂബക്കർ ഈട്ടിപ്പാറ, നിയാസ് അല്ലാം കുന്നേൽ, മുസ്ലിം ലീഗ് നേതാക്കന്മാരായ മക്കാർ കുറുഞ്ഞലിക്കാട്ട്, ജലീൽ പുലരി, റഷീദ് പെരുമ്പിൽച്ചാലി, ബാവ മുറിയോടി, ഷമീർ പരുത്തിക്കാട്ടുകൂടി, KA സുലൈമാൻ, ജമാൽ കുമ്പശ്ശേരി, നാസർ അൻവരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ഡിവിഷൻ സമ്മേളനം നടത്തി. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി P ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. പുഷ്പഗ്രാമമാകാനൊരുങ്ങി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. നടീൽ ഉത്സവത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മലയഞ്ചിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ് നിർവഹിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പട്ടയ നടപടികൾ ഉദ്യോഗസ്ഥ ലോബികൾ അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി ആദിവാസി വിഭാഗം രംഗത്ത്. ബസ്സിനുള്ളിൽ കിടന്നു കിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് 2 സ്വകാര്യ ബസ് ജീവനക്കാർ. മാങ്കുളം അടിമാലി കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആരാധന ബസ്സിലെ ജീവനക്കാരാണ് കളഞ്ഞു കിട്ടിയ വിദ്യാർത്ഥിനിയുടെ സ്വർണ്ണമാല തിരികെ നൽകിയത്. കോതമംഗലം വെളിയച്ചാൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ പുതിയതായി നിർമ്മിച്ച ഇടവക കാര്യാലയത്തിന്റെയും ഫോറോന കാര്യാലയത്തിന്റെയും വെഞ്ചരിപ്പ് കർമ്മം നടത്തി. കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.